ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കി വന്നുഭവിച്ച ഇടർച്ചകൾ ഏറ്റുപറയുവാനും പരിത്യാഗത്തിൻ്റെയും പരിചിന്തനത്തിൻ്റെയും നാൾവഴികളിലൂടെ നടന്നു നീങ്ങുവാനും പരിശുദ്ധ സഭ നമ്മെ നയിക്കുന്ന ഒരു അനുഗ്രഹീത കാലമാണ് നോമ്പുകാലം. പാപവഴികൾ ഉപേക്ഷിച്ച് ദൈവകാരുണ്യത്തിൻ്റെ വഴിയെ യാത്ര ചെയ്യാൻ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാലം. ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും വഴി ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട കാലം. നമ്മുടെ ഊണുമേശകൾ ദരിദ്രമാക്കിക്കൊണ്ട് ദാനം ചെയ്യേണ്ടുന്ന കാലം. പിതൃസ്നേഹത്തിൽ നിന്നും കുതറിയോടി സർവവും നഷ്ടപ്പെടുത്തി പാപത്തിൻ്റെ പന്നിക്കുഴിയിൽ നിന്നും തിരികെ വരുന്ന പുത്രനെ ഇരുകൈകളും നീട്ടി മാറോട് ചേർത്ത് ആശ്ലേഷിക്കുന്ന പിതൃകാരുണ്യം ധൂർത്തപുത്രനെ പോലെ നാമും അനുഭവിച്ചറിയണം. 99 ആടുകളെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തേടിപ്പോകുന്ന ഇടയൻ അതിനെ കണ്ടെത്തുമ്പോൾ കോരിയെടുത്ത് തോളിലെറ്റുന്ന അലിവു നിറഞ്ഞ ആ വലിയ കാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെയൊക്കെ പാപമംഗലമായ ജീവിതത്തെ ചേർത്ത് വെച്ച്, ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ഹൃദയത്തിൽ നമുക്കും ഏറ്റുപറയാം. നമ്മുടെ സാമൂഹിക ജീവിതം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ദൈവജനം ആകുലതയിലാണ്. പുതുതലമുറ ആസക്തികളുടെ പിന്നാലെ കൂടി മയക്കുമരുന്നുകളാലും മദ്യത്താലും നയിക്കപ്പെടുന്ന ജീവിതങ്ങളായി പരിണമിക്കുന്നു. ബന്ധങ്ങളുടെ ചാരുത നഷ്ടപ്പെടുത്തി കളയുന്നു. സാമൂഹിക പ്രതിബദ്ധതകളുടെ ഹൃദയതാളം തെറ്റിപ്പോകുന്നു. ഇക്കാലയളവിൽ ഈ പ്രവചനവാക്യം ധ്യാനിക്കാം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നിലേക്ക് കടന്നു വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 12-ാം വാക്യം. അതെ, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്വത്തിനുമൊക്കെ വിലയുണ്ടെന്ന് മനുഷ്യൻ മനസ്സിലാക്കി കർത്താവിലേക്ക് തിരിയുവാൻ ഇന്ന് നാം കാണുന്ന ദുരന്തങ്ങൾ നമ്മെ സഹായിക്കണം. ജീവിതത്തിൽ ഏത് ദുരിതത്തിലാണ് നാം കഴിയുന്നതെങ്കിലും ദൈവമറിയാതെ സംഭവിച്ച ദുരിതത്തിലൂടെ അല്ല നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുരിതം അനുവദിച്ച ദൈവത്തിൻ്റെ കയ്യിൽ ദുരിതത്തിൻ്റെ പരിഹാരമുണ്ടെന്ന് ദൈവമക്കളായ നാം വിശ്വസിക്കണം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കാതെയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കാതെയും മർദ്ദിതരെ തുറന്നുവിടാതെയും എല്ലാ നുകങ്ങളും ഒടിക്കാതെയും കുരിശിൻ്റെ വഴി മാത്രം നടത്തി സമാധാനിക്കുന്നവരും ഭക്ഷണം ഉപേക്ഷിച്ചും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തും നോമ്പിൽ സംതൃപ്തിയടയുന്നവരും ഇന്ന് ഏറെയാണ്. ഇവിടെയാണ് നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് എന്ന പ്രവചനവാക്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. മനുഷ്യൻ്റെ ദുഷ്ടതയും അസൂയയും സ്വാർത്ഥതയും അഹങ്കാരവും കോപവും ജഡികതയും ഒന്നും ഉപേക്ഷിക്കാതെ മത്സ്യമാംസാദികൾ മാത്രം ഉപേക്ഷിക്കുന്ന നോമ്പിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഇങ്ങനെയുള്ളവരെ നോക്കി യേശുദമ്പുരാൻ പറയും, നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണെന്ന്. ശരിക്കുമുള്ള അനുതാപവും മനസ്സാന്തരവും അവഗണിച്ച് ചില ത്യാഗങ്ങളിലും കർമ്മങ്ങളിലും മാത്രം നോമ്പിനെ ഒതുക്കി നിർത്താതെ ക്രൂശിതനായ മശിഹായെ ധ്യാനിച്ചുകൊണ്ട് നന്മയിൽ മുന്നേറുവാനും ഈ നോമ്പുകാലം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെ മറച്ചുവെച്ച് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ പേരാണ് ദൈവഭയം. ഈ തിരിച്ചറിവ് വന്നാൽ ഒരിക്കലും നാം തെറ്റ് ചെയ്യുകയില്ല. ഒരു തെറ്റ് ചെയ്താൽ ഒരു ഭാരവും ഹൃദയത്തിലൊരു വേദനയും വരും. നമുക്ക് ദൈവഭയത്തോടെ ജീവിക്കാം. പരിശുദ്ധ സഭയ്ക്ക് ഈ നോമ്പുകാലം ആത്മപരിശോധനയുടെ ആകട്ടെ. വന്നുപോയ കുറവുകൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ കൃപയോടെ സുവിശേഷവൽക്കരണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുവാനുള്ള ഊർജം ഈ പരിശുദ്ധ നോമ്പുകാലത്തിലൂടെ നേടുവാൻ കഴിയട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും സഭയ്ക്കെതിരെയുള്ള അതുപോലെ തന്നെ നമ്മുടെ ജീവനെതിരെയുമുള്ള സാത്താൻ്റെ പ്രചരണങ്ങൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിഹാരം ചെയ്യുവാനും ഈ പരിശുദ്ധ നോമ്പുകാലം സഹായകരമാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.